നമസ്കാരം. ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാഹിത്യോത്സവം 2024 എന്ന പരിപാടിയുടെ 14ാം ദിവസം സുഗതകുമാരിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മലയാളത്തിലെ പ്രശസ്ത കവയത്രിയാണ് സുഗതകുമാരി. ബോധേശ്വരന്റെയും കാർത്യായനിയുടെയും മകളായി 1934 ജനിച്ചു. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട് കവയത്രി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് കവിത എഴുത്ത്. സ്ലേറ്റിലാണ് ആദ്യമായി കവിത എഴുതി തുടങ്ങിയത്. കുട്ടിക്കാലത്ത് കവിത എഴുതി ഒളിപ്പിച്ച് വയ്ക്കുമായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് മാഗസിനിലാണ് ആദ്യമായി കവിത അച്ചടിച്ചു വന്നത്. മാതൃപൂജ, അത്രമേൽ സ്നേഹിക്കൽ തുടങ്ങിയ കവിതകൾ ആശുപത്രി ജീവിതത്തിനിടയിൽ പിറന്നതാണ്. കൊടും പനിക്കിടയിൽ കിടന്ന് ചൊല്ലിയതാണ് മാതൃപൂജ. സുഗതകുമാരിയുടെ കവിതയിൽ പ്രതിഷേധം മാത്രമല്ല ഉള്ളത്, പ്രണയവും ഭക്തിയും കാൽപ്പനികതയും എല്ലാം ഉണ്ട്. സദാ സമരസന്നദ്ധ പോരാളി കൂടിയാണ് സുഗതകുമാരി. അനീതിക്കും അക്രമത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെയുള്ള സമരത്തിന് കരുതൽ പകരുവാൻ സുഗതകുമാരിക്ക് കഴിഞ്ഞു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയുടെയും സ്ഥാപക സെക്രട്ടറി എന്നീ നിലകളിൽ സുഗതകുമാരി പ്രശസ്തയാണ്. 1985 അഭയ സ്ഥാപിച്ചത് കവയത്രിയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. ജീവിതത്തിലെ 2006 പത്മശ്രീ ലഭിച്ചു. ആശാൻ പ്രൈസ്, വയലാർ പുരസ്കാരം, വിശ്വദീപ് അവാർഡ് തുടങ്ങിയവ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചു. 2020 അന്തരിച്ചു.